നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടുള്ള ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. നല്ല റെഡ് കളറിലുള്ള നമ്മൾ 2 കപ്പ് റൈസ് ബസ്മതി റൈസ് എടുത്ത് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അത് ആദ്യം തന്നെ ശരിക്കും വാഷ് ചെയ്യണം, കുതിർന്ന് ഞാൻ പൊടിഞ്ഞു പോകും. 1 മണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ 200 ഗ്രാമോളം ചിക്കൻ ബോൺലെസ് പീസ് എടുത്തു. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒട്ടും വെള്ളം വരാതെ നമ്മൾ മാറ്റി വെച്ചു. ഫ്രൈഡ് റൈസിന് എപ്പോഴും ബോൺലെസ് പീസാണ് നല്ലത്, പെട്ടെന്ന് കുക്കാവാണ്. നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമ്മളതിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബോൺലെസ് പീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇത്തിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ചോപ്പ് ചെയ്തിടുന്നില്ല. അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഷെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിലാദ്യം തന്നെ ഉപ്പ് നമ്മൾ ടീസ്പൂൺ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല. ടീസ്പൂൺ 2 ടീസ്പൂണോളം ഉപ്പ്, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂണോളം കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണോളം ഓയിൽ. നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്ന ആ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അത് 1 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ റൈസ് ബോയിൽ ചെയ്യാനായിട്ട് അല്പം കൂടുതൽ വെള്ളം എടുക്കുക. നമ്മൾ ഈ റൈസ് വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട്, വെള്ളത്തിൻ്റെ അളവ് അല്പം കൂട്ടിയെടുക്കുക. അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. തിളച്ച് പോവാതിരിക്കാനും പരസ്പരം റൈസ് ഒട്ടി പോവാതിരിക്കാനും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മസാല ഇട്ടിട്ടുള്ളത് നമ്മൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊരു 20 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമുക്ക് ചിക്കൻ കുക്ക് ചെയ്ത് കിട്ടും. ഇത് ബോൺലെസ് പീസ് ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം റൈസ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി റൈസാണ് നമ്മളിപ്പോൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ റൈസ് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ബസ്മതി റൈസ് വളരെ പെട്ടെന്ന് കുക്കാവും. നമുക്ക് കേരള റൈസ് പോലെ ഒരുപാട് ടൈം എടുക്കില്ല. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളൊരു 90% ആകുമ്പോൾ തന്നെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റണം. ആവി പോലെ ഇരുന്ന് കുക്കാവുന്ന സംഭവമാണ്. അതിൻ്റെ മുകളിൽ വരുന്ന പത നമ്മൾ ജസ്റ്റ് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിലുള്ള എല്ലാ അഴുക്കുകളും അതിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടും. അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ റൈസ് വേവിക്കുന്നു. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു കട്ടയുണ്ടാവും. ആ ഒരു ലെവലിൽ നമ്മളിതിനെ ഒട്ടും വെള്ളമില്ലാതെ ഊറ്റി മാറ്റുകയാണ്. നമ്മൾ സ്റ്റെയിനറിൽ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അതിൻ്റെ ഫുള്ള് ആവി പോകാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നിച്ചൊരു അട പോലെ ഇരുന്നതിൽ നമുക്ക് റൈസ് ഉണ്ടാകാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇടുക എല്ലാം. അതിനുശേഷം നമ്മൾ കടായിലാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. റൈസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ആദ്യം തന്നെ നമ്മൾ അല്പം ബട്ടർ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചിക്കൻ വറുത്ത ഓയിലായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്തിരിക്കുന്ന ഓയിലാണ്. അപ്പോൾ അതുകൂടി നമ്മളിപ്പോൾ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൽ നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് ചൈനീസ് ഐറ്റംസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ട എല്ലാ വെജിറ്റബിളും സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നല്ല തീയിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ല ഫയറിൽ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അത്യാവശ്യം ഫയർ കൂട്ടിയിട്ട് തന്നെ ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ മുട്ട ചിക്കി പറിച്ചെടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുത്തു. ഒരു 3 പീസ് ഉണക്കമുളക് നമ്മൾ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടു. ഓക്കെ, നമ്മളിവിടെ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ റെഡ് ക്യാപ്സിക്കം കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് നല്ല റെഡിഷാണ് നമുക്ക് ശരിക്കും ഫ്രൈഡ് റൈസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ റെഡ് ക്യാപ്സിക്കം കൂടി ഇടുന്നത്. അത് ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. ഇത് ഓപ്ഷനിലാണ് വെജിറ്റബിൾ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഫയർ ഇട്ടാണ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കടായിലാകുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കുക്കാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഷെഷ്വാൻ സോസ് അല്ല, ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, അതിലേക്ക് 2 ടേബിൾ സ്പൂണും തന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആദ്യം തന്നെ വെജിറ്റബിളിലേക്കെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് റൈസ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി റൈസ് മാത്രമേ നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അത് നമ്മൾ നല്ല രീതിയിൽ ആ സോസും വെജിറ്റബിളും എല്ലാം റൈസിലേക്ക് പിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ഇളക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ എപ്പോഴും ചട്ടകം പോലെയുള്ള ഇത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ശരിക്കും കുഴഞ്ഞു പോകും. അത് ഒരുപാട് ഉടയ്ക്കാണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വൈറ്റ് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല
ഇതായിട്ട് തന്നെ നമുക്ക് റൈസ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. എന്തായാലും ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒട്ടും ഓവർ ആവരുത്, വളരെ ലൈറ്റായിട്ട് മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അജിനോമോട്ടോ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വേണ്ടി സെലറിയോ സ്പ്രിംഗ് ഓനിയനോ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോരോ റൈസിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കിട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണിത്. നല്ലൊരു ഫ്ലേവറോട് കൂടിയത്. നമുക്ക് ഒരു ചെറിയ പീസ് കഴിച്ചു നോക്കാം. ഫ്രൈഡ് റൈസിന് നമ്മൾ ചിക്കൻ ശരിക്കും സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇടാറ്. ഇത് നമ്മൾ ഫുള്ള് ചിക്കനായിട്ട് തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് റൈസ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു റൈസാണ്. എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്യാം.